വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളുടെ പുതിയൊരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മംഗളകർമ്മം മഞ്ചളിൽ ആരംഭിക്കുക. ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെറും വയറ്റ് കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. പറഞ്ഞു തീരുമ്പോഴത്തേക്ക് ഇഡ്ഡലിയായി. നല്ല ആവി പറക്കണ ഇഡ്ഡലി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാവം ഈ കുട്ടി രാവിലെ തന്നെ ചീനച്ചട്ടിയിൽ സാമ്പാർ ഉണ്ടാക്കുകയാണോ എന്ന്. ഇതെന്തായിട്ട് സാമ്പാർ ചൂടാക്കുക. രാവിലെ തന്നെ ഞാൻ ഈ തിരഞ്ഞു നടക്കുന്നത് തേങ്ങയാണ് കേട്ടോ. ആഹാ, ഇതാ 2 തേങ്ങ മുട്ടിയരിമിരിക്കുന്നു. നമുക്കിപ്പം തന്നെ അവരെ വേർപിരിച്ചേക്കാം. ഒരു മനസ്സുഖം. അപ്പം നമുക്ക് ഈ തേങ്ങാക്കുട്ടനെ എടുത്ത് ചട്ടിണി അരയ്ക്കാം. ചട്ടിണി റെഡി. തക്കാളിയും വറ്റൽമുളകും ചെറിയുള്ളിയും കൂടെ എണ്ണയിലിട്ട് മൂപ്പിച്ച് തേങ്ങ അരച്ച് വെച്ച് നല്ല സൂപ്പർ ചട്ടിണി. അതുപോലെ ഒന്നുകൂടെ ഉണ്ട്. കൈപ്പിടിയോളം ചെറിയുള്ളിയും പച്ചമുളകും തേങ്ങയും ഇട്ട് അരച്ച് നല്ല സൂപ്പർ ചട്ടിണി. 3 കൂട്ടം കറികളുമായി. അപ്പൊ നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി. അതും കഴിഞ്ഞ് ഞാനും ഏട്ടനും കൂടെ വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങി. കയ്യിൽ പോരുന്ന വഴിക്ക് പാർസൽ വാങ്ങിയ ഫുഡും പെപ്സിയാണ് കേട്ടോ. എന്റെ ഫേസിലെ ഫാറ്റ് കണ്ടോ? ഞാൻ തിന്ന് തടി കുറയ്ക്കും, നോക്കിക്കോ. എന്റെ കവിള് കൊട്ടി പല്ലും കണ്ണും മാത്രം തെളിഞ്ഞു കാണുന്ന ഒരു മുഖം ഉണ്ടായിരുന്നു എനിക്ക്. ആ രൂപത്തിൽ നിന്നും ഈ മുഖം എങ്ങനെ വീർത്തി വരണമെങ്കിൽ ഞാൻ എന്തോരം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. കഴിച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. ആ ഫേസ് ആണ് ഇനി കുറഞ്ഞു വരേണ്ടത്. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടി കുറയ്ക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു വിഷമമാണ്. എന്തായാലും കുറച്ചല്ലേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ പട്ടിശൗര്യം കാട്ടി ഇതാ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഏട്ടന് മുന്നേ അറിയുന്ന സ്ഥലമാണ്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ത് രസമുണ്ടെന്ന് നോക്കിക്കേ. റോഡിന് കുറുകെ ഒഴുകുന്ന ഒരു കുഞ്ഞരുവി. ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. പുതിയ വഴികൾ കണ്ടുപിടിക്കുക, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ അതിലൂടെ കാണാൻ പറ്റുക, പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. അതായത് യാത്രകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ പുതിയ കാഴ്ചകൾ കണ്ടെത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അവിടെ ആകെ കേൾക്കാൻ പറ്റുന്ന ശബ്ദം എന്ന് പറയുന്നത് ആ അരുവിയുടേതും പിന്നെ കുറച്ച് കിളികളെയും ശബ്ദം മാത്രമാണ്. നഗരത്തിൻ്റെതായിട്ടുള്ള എല്ലാ തിരക്കുകളിൽ നിന്നും മാറിയിട്ട് ഒരു സ്വസ്ഥമായ ഒരു ഒഴിഞ്ഞ സ്ഥലം. നിങ്ങൾക്കും ഇഷ്ടമാണോ ഇതുപോലെ ഒഴിവുള്ള ദിവസങ്ങളിൽ മലയോര ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ കാണാനിറങ്ങാനായിട്ട്? എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ആരെയും നോക്കണ്ടെന്നേ. വണ്ടി ഓടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ വെറുതെ വണ്ടി എടുത്ത് ഇറങ്ങുക, കാണുക, ആസ്വദിക്കുക, അത്ര തന്നെ. വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഇതുപോലെ കെട്ടിയന്മാരുടെ പിറകൊക്കെ കയറിയിട്ട് അവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോവുക, അത്ര തന്നെ. ഞങ്ങൾ പാർസൽ വാങ്ങിക്കൊണ്ടതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? ഇങ്ങനെ ഏതെങ്കിലും നല്ല സ്ഥലം കാണുകയാണെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഏട്ടൻ പൊറാട്ടയും ബീഫും ആട്ടോ കഴിക്കുന്നത്. എനിക്ക് പൊറാട്ടയും പോർക്കും. ഞാൻ ബീഫ് കഴിക്കില്ല. അപ്പോൾ എനിക്ക് പോർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പൊറാട്ടയും പോർക്കും കഴിച്ചു. ഏട്ടൻ 2 പൊറാട്ടയും ബീഫും കഴിച്ചു. എനിക്കെന്നിട്ട് ആ ഒരു പൊറാട്ട തന്നെ പോകുന്നില്ലായിരുന്നു. മേ ബി ഡയറ്റിങ് തുടങ്ങിയതുകൊണ്ടാവാം. അപ്പം ഞാൻ പോർക്ക് വാങ്ങിയതെന്ന് പറയുകയാണെങ്കിൽ പോർക്ക് പൊരിച്ചതൊന്നുമല്ല, എണ്ണയിലിട്ട് വറുത്തെടുത്ത അങ്ങനെയൊന്നുമല്ല, സാധാ ഗ്രേവിയാണ്. അപ്പം അതുകൊണ്ടാണ് പോർക്ക് വാങ്ങിയത്. അപ്പം അത് കഴിച്ചു ഞങ്ങൾ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വായും മുഖമൊക്കെ കഴുകിയിട്ട് നമ്മളെ കയ്യിലുണ്ടായിരുന്ന വേസ്റ്റ് നമ്മൾ തന്നെ കയ്യിൽ പിടിച്ചു കേട്ടോ. വീട്ടിൽ വന്നിട്ട് കളയാന്നുള്ള രീതിയിൽ അവിടെയൊന്നും നമ്മൾ വേസ്റ്റ് ഇടാൻ പാടില്ല. ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ സംരക്ഷിച്ച് കൊണ്ട് നടക്കേണ്ട ആളുകൾ നമ്മളാണ്. അപ്പം നമ്മൾ ഒരിക്കലും അവിടെ മലിനാക്കാൻ പാടില്ല. എനിക്ക് അവിടെ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ആ അരുവിയിൽ ഞാൻ കുറേ നേരം കാല് മുക്കി വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിൻ്റെ തണുപ്പ് കൊണ്ടാണ് എന്താണെന്നറിയില്ല, ബോഡി ഫുൾ കാമായി, മൈൻഡ് ഒന്ന് റീഫ്രഷായി. അതെനിക്ക് നല്ല ഇഷ്ടമായി. വീട്ടിലെത്തിയ ശേഷം വൈകിട്ട് എന്താ പരിപാടി എന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. അപ്പം ഏട്ടൻ പറഞ്ഞു സെറ്റാക്കാം. ഒന്നുമില്ല, ഞങ്ങൾ വരുന്ന സമയത്ത് 2 പിടിക്കോഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ പറഞ്ഞത് ഗ്രില്ല് ചെയ്യാന്ന്. അങ്ങനെ ഞങ്ങൾ അവസാനം 2 സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് തീയൊക്കെ ഇട്ടിട്ട് നമ്മളൊരു മുളയുടെ ചെറിയൊരു വടി കൊണ്ട് അതിൽ കോർത്തിട്ട് പിടിക്കോഴി നമ്മൾ നല്ല സൂപ്പറായിട്ട് ചുട്ടെടുത്തു. ഞങ്ങൾ നേരിട്ട് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ തീ അങ്ങോട്ട് കത്തി കിട്ടുന്നില്ലായിരുന്നു. ഏട്ടൻ കുറേ ബുദ്ധിമുട്ടി ആ തീ ഒന്ന് കത്തിച്ചെടുക്കാൻ. അവസാനം ആ സ്റ്റാൻഡൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റി ആ വിറകൊക്കെ അവിടെ നിന്ന് എടുത്ത് രണ്ടാമതും ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ ഫസ്റ്റ് വെച്ച് കൊടുത്ത് അതിനാദ്യം കത്തിച്ചിട്ട് ചേരിയൊക്കെ അതിന്റെ മുകളിൽ വെച്ച് കൊടുത്ത് അങ്ങനെ തീ നല്ല സൂപ്പറായിട്ട് കത്തി. എനിക്കല്ല കേട്ടോ, ഏട്ടനാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്. സൈഡിൽ നിന്ന് ഓരോ ശബ്ദങ്ങൾ കേട്ടേക്കാം. അത് അമ്മ യൂട്യൂബിൽ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ ഹെയർ കെയറിൻ്റെ ഒക്കെ വീഡിയോസിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ അമ്മ ചിരിക്കുന്നത് ഒരു ചിരി ബമ്പർ ചിരി പ്രോഗ്രാം കണ്ടിട്ട് അമ്മ ചിരിക്കണത്. അപ്പോൾ തീ നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുളയുടെ കമ്പിൽ നമ്മളുടെ പിടിക്കോഴികളെ 1 by 1 ആയിട്ട് നമുക്കതിൽ കയറ്റി കൊടുക്കാം. చెమట కొంపు కొట్టే చొక్కాలు రంగు వెలిసిపోవటం ఇంకా అసాధ్యం. നമ്മളെ പിടിക്കോഴിക്കുട്ടന്മാരുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പൊറാട്ടയുണ്ട്, പിന്നെ സൂപ്പർ കപ്പയുണ്ട്, പിന്നെ ഉള്ളത് നല്ല നാടൻ തെങ്ങുകളിലാണ് കേട്ടോ. നമ്മൾ തെങ്ങുകളിൽ കുടിക്കും, അല്ലാതെ നമ്മളിങ്ങനെ ഇവിടെ അല്ലാത്ത രീതിയിലുള്ള ആൽക്കഹോൾ സാധനങ്ങളൊന്നും നമ്മളിങ്ങോട്ട് കൊണ്ടുവരാറില്ല. പക്ഷേ ബിയർ, വൈന്, പിന്നെ ഈ തെങ്ങുകൾ ഇത് മൂന്നും ഇവിടേക്ക് കൊണ്ടുവരും. കാരണം മറ്റതൊന്നും നമ്മൾ ആരും കുടിക്കില്ല, ഇത് മാത്രമേ നമ്മൾ കുടിക്കുകയുള്ളൂ. പിടിക്കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് പരിപാടി എന്താ? ഫുഡ് അടിക്കുക. പിന്നെ ഇത് ഓയിലൊന്നും ഇല്ലാതെ ചുട്ടെടുത്തതല്ലേ, അപ്പോൾ നമുക്കിത് കഴിക്കാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറാട്ട, ഞാനൊരു കഷ്ണം പൊറാട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് പൂളി എടുത്തിട്ടുണ്ട്, ഓവറായിട്ടൊന്നും എടുത്തിട്ടില്ല ഫുഡ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ഗുഡ് നൈറ്റ്.